biggest myth parents have? Hi, I am Rastam. I share my parenting journey here. So, പേരൻസ് പലരും പറയുന്ന ഒരു കാര്യമാണ് ടീനേജ് ഇയേഴ്സ് ആണ് കുട്ടികൾ ടീനേജ് ഇയേഴ്സിൽ ഇവോൾവ് ചെയ്യാണ്, അവർ ഭയങ്കര റെബല്യസ് ആണ്, അത് അവരുടെ നേച്ചറിൻ്റെ പാർട്ടാണ്, ബിക്കോസ് ദേ ആർ ഗോയിങ് ത്രൂ ടീനേജ് ഇയേഴ്സ്. ഇറ്റ്സ് എ ടഫ് ഇയർ. ബീങ് എ പേരൻ്റ് ആയിട്ടും ടഫാണ്, കുട്ടികൾക്ക് ടഫാണെന്നുള്ളത്. ലെറ്റ് ബി ക്ലിയർ വിത്ത് യു, ദർ ഈസ് നോട്ട് എ സിംഗിൾ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ടു സപ്പോർട്ട് ദിസ്. ഒരു പഠനങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല ടീനേജ് ഇയേഴ്സിൽ കുട്ടികൾ റിബല്യസ് ആകുക എന്ന് പറയുന്നത് ഒരു നോർമൽ സംഗതിയാണ്, അവരുടെ ഫിസിക്കൽ നീഡാണ്, അതിൻ്റെ ഭാഗമാണ് എന്ന്. മറിച്ച് നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ടീനേജ് ഇയേഴ്സിലാണ് കുട്ടികൾ കുറച്ചും കൂടെ കാമായി നല്ല ഡിസിഷൻസ് മേക്ക് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ആക്ച്വലി ദേ ഗോ ഔട്ട്, സ്റ്റാർട്ടഡ് വർക്കിംഗ്, വീട്ടിലേക്ക് ഏൺ ചെയ്തിരുന്നത് ടീനേജ് ഇയേഴ്സിലാണ്. ടീനേജ് ഇയേഴ്സിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിയാൽ ടീനേജ് ഇയേഴ്സിൽ ആളുകൾ മാരേജ് ചെയ്ത് അവരെന്ത് ചെയ്തിരുന്നു, ആ ഫാമിലിയും കൂടെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കാണാം. ഇപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. പക്ഷേ ഹ്യൂമൻസ് ഈ കഴിഞ്ഞ 21st സെഞ്ച്വറിയിൽ മാത്രം പുതുതായി ടീനേജ് ഇയേഴ്സിൽ കുട്ടികൾ ഭയങ്കര റിബല്യസ് ആവാൻ മാത്രം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവരുടെ ഫിസിയോളജിക്കലി ഒന്നും ഉണ്ടായില്ല, ആ ഇയർ മാറിയത് ഒന്നുകൊണ്ട്. അതുകൊണ്ട് ടീനേജ് ഇയേഴ്സ് ഇന്റേണലി ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകതരം മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ, അവൻ്റെ റിബല്യസ് നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവനിൽ മാറ്റമുണ്ടോ, അവനിലോ അവളിലോ മാറ്റമുണ്ടോ? യെസ്, ദേ ആർ ഗോയിങ് ത്രൂ ചേഞ്ചസ്, ബട്ട് മൾട്ടിപ്പിൾ പ്ലേസസ് ആ ചേഞ്ചസ് വളരെ കാമായിട്ടാണ് ആ ഫേസിലൂടെ അവർ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ദാറ്റ്സ് എ മിത്ത്, ദാറ്റ്സ് വൺ ഓഫ് ദി ബിഗസ്റ്റ് മിത്ത് ആക്ച്വലി പേരൻസ് ഹാവ്. സെക്കൻഡ് വൺ ആക്ച്വലി പലപ്പോഴും തോന്നിയത് ദ ഡിവൈസസ് ആർ ഈവിൾ, ഡിവൈസസ് ആർ സെഡക്റ്റീവ് എന്നുള്ളതാണ്. ഇപ്പം ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൺസ് അപ്പോൺ എ ടൈം നമ്മൾ എഴുത്തിനെ പറ്റി, റൈറ്റിങ്ങിനെ പറ്റി, പ്രിൻറ്റിങ്ങിനെ പറ്റി നമ്മൾ ഭയങ്കര സെഡക്റ്റീവാണ്. വി ഈവൻ യൂസ് ടു ആക്ച്വലി വേർഡ്സ് ലൈക്ക് റൈറ്റിംഗ്സ് ആർ ടു ബാഡ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അത്രയും മോശമായ ലാംഗ്വേജിൽ എഴുത്തുകളെ പറ്റി അല്ലെങ്കിൽ കഥാപുസ്തകങ്ങളെ പറ്റി, എഴുത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ടെലിവിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, റേഡിയോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ടെക്നോളജി ആസ് സച്ച് ഒരു എന്താ പറയുക സെഡക്റ്റീവ് ഒന്നുമല്ല. ദർ ആർ തിങ്സ് ആക്ച്വലി ഇൻ ഹ്യൂമൻ, നമ്മൾ മനുഷ്യരെന്ന നിലയിൽ കുട്ടികൾക്ക് ചില കാര്യങ്ങളുള്ള നഷ്ടപ്പെടലിൽ നിന്നാണ് അവർ ലുക്കിംഗ് ഫോർ ആക്ച്വലി ടെക്നോളജി. ഇപ്പം പലപ്പോഴും കുട്ടികൾ ടെക്നോളജിയിൽ എന്താ ഒന്ന് ചെയ്യുക, അപരിചിതരായ ആളുകളുമായി ദീർഘനേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, ദീർഘനേരം സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയുടെ കാര്യമല്ലല്ലോ, മറിച്ച് അവർ സംസാരിക്കുന്നത് അപരിചിതരുമായാണ്. ആ അപരിചിതരുമായി അവർ എന്തുകൊണ്ട് സംസാരിക്കുന്നു? അവരുടെ ജീവിതത്തിൽ അവർക്ക് റിയൽ കണക്ഷൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട്. നിങ്ങൾ ആ ടെക്നോളജി എല്ലാം മാറ്റി വെച്ചോളൂ, അവരുടെ ജീവിതത്തിൽ അവർക്ക് റിയൽ കണക്ഷൻസ് ഇല്ലെങ്കിൽ അപ്പോഴും അവർ അപരിചിതരെ തേടിപ്പോകും, അതില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് ദർ ഈസ് ആക്ച്വലി ഒരു പാത്ത് വേ അവർക്ക് അതിലേക്ക് പോകാൻ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് എളുപ്പമാക്കിയിരിക്കാം. പണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് മറ്റാരെങ്കിലും അടുത്തേക്ക് പോകണമെങ്കിൽ, കുറച്ച് കഷ്ടപ്പെടണമെങ്കിൽ, ഇന്നത് കുറേ എളുപ്പമാക്കി ടെക്നോളജി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ദ മദർ ഓഫ് ഓൾ ദോസ് ഈവിൾ തിങ്സ് യുവർ കിഡ് ഈസ് ഡൂയിങ്. നിങ്ങളുടെ കുട്ടി ചെയ്യുന്ന എല്ലാ തെറ്റിൻ്റെയും മൂല കാരണം ടെക്നോളജിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യു മേഡ് സം ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക്. നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ കുറച്ച് ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക് വരുത്തി എന്നുള്ളതാണ്. സോ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന ഇത്തരം മിത്തുകൾ, ഈ രണ്ട് മിത്തുകളും നമുക്ക് തരുന്ന ഒരു സുഖമുണ്ട്. എന്താ സുഖം എന്ന് വെച്ചാൽ തിങ്സ് ആർ വെരി ഈസി ആക്കാണ്. നമ്മുടെ കുട്ടിയിലൊരു പ്രശ്നം കാണുന്നു, ഓ ടെക്നോളജിയുടെ പ്രശ്നമാണ്. നമ്മുടെ കുട്ടിയിൽ വേറൊരു പ്രശ്നം കാണുന്നു, ഓ ടീനേജ് ഇയേഴ്സിൻ്റെ പ്രശ്നമാണ്. ദീസ് ആർ വെരി സിമ്പിൾ എക്സ്പ്ലനേഷൻസ്. പക്ഷേ റിയാലിറ്റിയിൽ these problems have complex explanations. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കുറേ കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ എക്സ്പ്ലനേഷനുകൾ നമുക്ക് പെട്ടെന്ന് ധാരണ ഉണ്ടാക്കും, നമുക്ക് പെട്ടെന്ന് സമാധാനം തരും, പക്ഷേ നിങ്ങളുടെ പ്രശ്നത്തെ അത് പരിഹരിക്കുകയില്ല. സോ see you in next video. Bye.